റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതിന് ഏതാണ്ട് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബറുടെ ചാനൽ ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് രാജൻ ജോസഫ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാനത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരുപാട് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണവും അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും എന്ന് പറയുന്നത്. കാര്യം അപ്പം ഞാനത് വിചാരിച്ചങ്ങ് അവഗണിച്ച് കളയാവുന്നു. അപ്പോൾ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലോ, കാര്യം അത് നമ്മൾ ഒന്ന് പറയണേന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ പറയുന്നത്, കാര്യം എനിക്കതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, ഇപ്പം നമുക്കിപ്പോൾ ഒരാളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ആ ആളിനെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ എന്തെങ്കിലും പറയാവുന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കാര്യം ഇപ്പം അദ്ദേഹത്തിന് തന്നെ ഒരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഒരു വാലും തലയും ഒന്നും ഇല്ലാത്ത രീതിയിൽ കുറ്റാരോപിതരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നപ്പം ഇഷ്ടമുള്ളവരെ എല്ലാം എടുത്ത് അവിടെ ഇട്ട് അലക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ എല്ലാം പിടിച്ചതിനകത്ത് ഇടാം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം മമ്മൂക്കയെ ഒരു കാര്യവും ഇല്ലാതെ അനാവശ്യമായിട്ട്, കാര്യം മമ്മൂക്ക ആരാണെന്നുള്ളത് നമ്മൾ ഇനിയിപ്പോൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മമ്മൂക്കയെ അറിയാവുന്ന മലയാള സിനിമയെ അറിയാവുന്ന ആരോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല. മമ്മൂക്ക ആരാന്നുള്ളത് അത് എല്ലാവർക്കും നമ്മൾ പറഞ്ഞ കണക്ക് പകല് പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യം വളരെ സത്യമായിട്ടുള്ള, ഇദ്ദേഹം തന്നെ വേറൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന വാക്ക് ഇദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ പറയുന്ന കണക്ക് ആ സുതാര്യത എന്ന് പറയുന്നത്, ആ സുതാര്യത നിലനിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് മമ്മൂക്ക. ആദ്യം അദ്ദേഹം ഈ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ, ഇപ്പം മുസ്ലിം സമുദായത്തിലുള്ള ചില സ്ത്രീകളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പ്രസവം കഴിഞ്ഞ് കുട്ടികളുള്ള സ്ത്രീകളെ, പിന്നെ അതുപോലെ ഗൾഫിൽ ദുബായിലോ മറ്റോ അങ്ങാണ്ട് റൂമുകൾ എടുത്തിട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇദ്ദേഹം എന്തൊക്കെയോ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഏറ്റവും മോശമായിട്ട് എങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ട് അങ്ങനെ പറയും. ഇനി അദ്ദേഹം പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പിന്നെ അതിനകത്ത് എന്തോ പറയുന്ന കേട്ടിനും BJP കേന്ദ്ര നേതൃത്വമായിട്ട് മമ്മൂക്ക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതായത് പത്മശ്രീക്ക് മുകളിലോട്ടുള്ള ഏതെങ്കിലും ഒരു ബഹുമതി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് കൈരളി ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഇതൊക്കെ ഇയാൾ പറയുമ്പം ആരെങ്കിലും സ്വബോധമുള്ളവർ വിശ്വസിക്കുന്ന കാര്യമാണോ ഇത്? മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ നമുക്കറിയാം. കാര്യം കൈരളി ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അന്നത്തെ കാലത്ത് പലരും, ഇപ്പോൾ ലാലേട്ടനെ പോലുള്ളവരൊക്കെ, അന്ന് ലാലേട്ടൻ ആ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു, അതുവരെ ഇട്ടിട്ട് ഓടിയത് ലാലേട്ടനെ പോലുള്ള ആൾക്കാർ. അന്നും അതിൽ ഉറച്ചു നിന്നിട്ടുള്ള ആളാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഒരു നിലപാട് എന്ന് വെച്ചാൽ, നിലപാടെന്ന് ഞാൻ ഉദ്ദേശിച്ച അദ്ദേഹം ഒരിടത്ത് ഉറച്ചു നിൽക്കെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അല്ല അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഈ രീതിയിലൊക്കെ ഏറ്റവും മോശമായുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ പല പല വാക്കുകൾ കൊണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനകത്ത് ചില പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ലാലേട്ടൻ്റെയും ഉണ്ണി മൂന്തൻ്റെയൊക്കെ സിനിമകൾ വരുമ്പോൾ ഉള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ലാലേട്ടൻ്റെയും ഉണ്ണി മൂന്തൻ്റെയൊക്കെ സിനിമകൾ വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ തിരിച്ചു പറയേണ്ടത് മമ്മൂക്കയാണോ? അന്നേരം മമ്മൂക്കയാണോ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഈ പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം. നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏറ്റവും മോശമായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും മോശമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പം എന്നെ കൊണ്ടും അത് ആവും, അതിലും മോശമായിട്ട് സംസാരിക്കാൻ വേണ്ടി. പക്ഷേ നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പം സഭ്യതയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുന്നത്, അല്ലാതെ നമുക്കാർക്കും സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കുമ്പം കാര്യം ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ, ഇപ്പം ലാലേട്ടൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം ഒരു യൂട്യൂബർക്കെതിരെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. യൂട്യൂബറെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. അപ്പം ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്രയും മോശമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലം ഒരു സിനിമയായിട്ട്, അപ്പം ഇതിനിടയ്ക്ക് അതും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പുഴു എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ആ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് അയാൾ പറയുന്നുണ്ട്. കാര്യം ഏതോ ഒരാൾ എവിടെയോ വന്ന് എന്തോ വിളിച്ചു പറഞ്ഞപ്പം കടുത്ത മമ്മൂക്ക വിരോധികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതാണ് അങ്ങനെയാണ് എന്നാൽ മമ്മൂക്കയ്ക്കെതിരെ. അവർക്ക് പോലും യാഥാർത്ഥ്യം അറിയാം, മമ്മൂക്ക നിരപരാധിയാണെന്നും നിഷ്കളങ്കനാണെന്നും നമുക്കറിയാം, ഒരു സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളാണെന്നും അവർക്കും അറിയാം. പക്ഷേ എന്നാലൊന്നും നോക്കി കിട്ടിയ അവസരത്തിൽ ഒന്ന് ഉപയോഗിച്ച് കളയാവുന്ന, അല്ലെങ്കിൽ ഒന്ന് മുതലാക്കി കളയാവുന്ന രീതിയിലാണ് അവർ പോലും ഈ പറയുന്നത്. പക്ഷേ അത് പറഞ്ഞു വെക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കേരള സമൂഹത്തിൻ്റെ മുമ്പിലോട്ടാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ചില നടന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന വാക്കുകൾ ചില നടന്മാരെ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം അവർ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. എന്തിനും ട്രാൻസ്പെറൻ്റ് ആണ്. സ്ത്രീകളുമായിട്ട് ഈ പറയുന്ന ഇയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പം അവരൊന്നും ഒളിച്ചു വെക്കാത്ത രീതിയിലാണ് ചില നടന്മാർ മുന്നോട്ട് പോകുന്നത്. കാര്യം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. മമ്മൂക്കയെ പോലുള്ള ആൾക്കാരാണെന്ന് യഥാർത്ഥമുള്ള സ്വഭാവം ഹൈഡ് ചെയ്തുകൊണ്ട്
മറ്റൊരു രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള 1-2 നടന്മാരുടെ പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ മനസ്സിലാക്കേണ്ടെന്ന്, അതായത് രാജൻ ജോസഫ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീകളുമായിട്ട് മോശമായിട്ട് ജീവിക്കുന്നതിൻ്റെ കാര്യം പറയുമ്പോഴല്ല ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുന്നത്. അതായത് വീട്ടിലൊരു കല്യാണം കഴിച്ച ഒരു ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ജീവിക്കുന്ന, പുറത്തുപോയി മോശമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നവനെയൊക്കെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന വാക്കിലല്ല, നല്ല ശുദ്ധ തെമ്മാടിത്തരം എന്ന് അതിനെ പറയേണ്ടുന്നത്. നല്ല ശുദ്ധ തെമ്മാടിത്തരം. അതെന്തായാലും മമ്മൂക്കയ്ക്ക് ആ ശുദ്ധ തെമ്മാടിത്തരം അദ്ദേഹത്തിന് വശമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മതി, അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒളിച്ചും പാത്തും എങ്ങും പോകണ്ട. പിന്നെ രാജൻ ജോസഫിന് എനിക്കറിയത്തില്ല കാര്യം, ഈ പറഞ്ഞ കണക്ക് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവന വരണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളായിരിക്കും നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ പേരിൽ വെച്ച് പറയുന്ന കാര്യം. നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ ആദ്യം ഒരു കഥ, ഒരു സംഭവം വന്നാലല്ല നമുക്കത് ഭംഗിയായിട്ട് വിളമ്പാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രാജൻ ജോസഫിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് അവിടെ എല്ലാം രാജൻ ജോസഫ് എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് ഈ പറയുന്ന കണക്ക് ചിലപ്പോൾ മമ്മൂക്കയെ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്തായാലും മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക്, ഇപ്പോൾ സിദ്ദിഖിനെ മുമ്പേ നമ്മൾ പറഞ്ഞ് വേറൊരു വിഷയത്തിലോട്ട് പോയ കണക്ക്, ഇപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഉള്ള നിയമ നടപടികൾ അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കാര്യം ഈ ആരെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, കാര്യം ഇപ്പം ഈ ഒരു പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ആരെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം വീഡിയോ കാണുമ്പം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ. കാര്യം ഒരാളെ ഇത്രയും ഇപ്പം ഒരു യൂട്യൂബർ ലാലേട്ടനെ എന്തോ അവമാനിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിച്ചെന്നുള്ള രീതിയിലാണ് ആ യൂട്യൂബറെ നിപ്പി പിടിച്ചുകൊണ്ട് പോവുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനെന്നും പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് അയാളെ ജാമ്യത്തിൽ വിട്ടെ. അങ്ങനെയാണെങ്കിൽ അതേപോലത്തെ അതിനേക്കാട്ടിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മമ്മൂക്കയ്ക്കെതിരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം കൂടെ ആയപ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ കൂടിയാണ് ഉണ്ടായത്. കാര്യം ഏറ്റവും മോശമായ രീതി മമ്മൂക്കയെ പറഞ്ഞപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചിട്ട് ഈ പറയുന്ന കണക്ക് ആ യൂട്യൂബറുടെ ഭാഗത്ത് ഈ പറഞ്ഞ ഒരാളെ അവമാനിക്കാവുന്നതിൻ്റെ ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെടുകയാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണം. കാര്യം ഇനി മേലാൽ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഓർക്കണം ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിയമ നടപടികൾ ഇനിയെങ്കിലും ഇരുന്നുറങ്ങാതെ അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാര്യം സിദ്ദിഖ് എനിക്ക് തോന്നി ഉറങ്ങുമെന്ന് തോന്നുന്നു. അത് ഇരുന്നുറങ്ങാതെ ഈ ഒരു കാര്യത്തിനും കൂടെ ഒരു ഇതുമായിട്ട് മുന്നോട്ട് വരണം. വേണ്ടുന്ന നടപടികൾ അതിനകത്ത് സ്വീകരിക്കണം. താങ്ക് യു.